നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നാടൻ തല്ലിലേക്ക് സ്വാഗതം. നാടൻ തല്ലാണോ അതോ നാടൻ കടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലര് പറയുന്നുണ്ട് ഈ പെണ്ണിനെ അങ്ങ് മാറ്റാൻ. അനുവദിക്കില്ല, എനിക്ക് ഇയാളെ തന്നെ ഇവിടെ കിട്ടണം. ഇനി ആര് പറഞ്ഞാലും മാറാനും ഉദ്ദേശമില്ല, അത് വേറെ കാര്യം. നെഗറ്റീവുകൾ അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴും മേയറിലായിരിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ തലസ്ഥാനത്തിന്റെ മാതാവ്. ഓൺ എയർ ആണ് എപ്പോഴും. പുള്ളിക്കാരിക്ക് ഏറിയും താഴെ ഇറങ്ങാൻ താല്പര്യമില്ല. കാരണം താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലോ. നിങ്ങൾക്ക് കഴിഞ്ഞില്ലടോ, എന്തിനാടോ ഈ മേയറെ വീണ്ടും വീണ്ടും ഇങ്ങനെ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കുന്നത്? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അമ്മ അതിൽ അഹങ്കാരം ഒന്നും അല്ലല്ലോ അഹങ്കരിച്ചത്. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ ഇനി പുതിയതെന്താ? ഇനി പാച്ചാ വിട്ടാ പാച്ചണം. അല്ല, രാഷ്ട്രീയം കളിച്ചിരുന്നാ ഇതിങ്ങനെ ഇരിക്കും. അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണോ നിങ്ങൾക്ക് തങ്കപ്പെട്ട ഒരു മേയറെ കിട്ടിയത്? അയ്യോ ശരി, എന്റെ പൊന്നെ പോറ്റിന്നും പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്തുകാർ കൈ വെള്ളയെ വെച്ചോണ്ടാ നടക്കുന്ന ആ മേയറമ്മേ. നിങ്ങളെ പോലുള്ള കുറച്ച് മറ്റേ തിരിപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കാണല്ലോ ആ തിരിപ്പുള്ളത്, നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല സുഹൃത്തുക്കൾ, നിങ്ങൾ അറിഞ്ഞു കാണും. മേയറമ്മയുടെ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നതും അത് പ്രമാണിച്ച് ഇവിടെ ചിലർ ലഡു വിതരണം ചെയ്തതും അറിഞ്ഞു കാണും അല്ലേ? അല്ലേ? അറിഞ്ഞില്ലാന്നുണ്ടോ? ഞങ്ങൾക്ക് എഴുത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. അതെ അതെ, ഇവർക്ക് പ്രവൃത്തിയിലാണല്ലോ. അതൊക്കെയാണല്ലോ ഇവർക്ക് താല്പര്യം. മാർക്ക് ലിസ്റ്റ് അതിലൊന്നും ഒരു കാര്യമില്ല. എനിക്ക് IPS ആവണം, എനിക്ക് IAS ആവണം, എനിക്ക് എന്തൊക്കെ ആവണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഭരണചക്രം തിരിക്കുന്ന ഒരു പ്രധാന തലപ്പത്തിരിക്കണം. നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വയ്യ, അങ്ങ് പോവാ. IPS IAS ഓക്കെ പൊക്കോളൂ, ആർക്കാ ഇവിടെ തടസ്സം? പാച്ച് രണ്ട് അക്ഷരം വാങ്ങണം. എല്ലാ മനുഷ്യർക്കും കാണും എന്തെങ്കിലും ഒന്ന് ആകണമെന്ന ആഗ്രഹം. പക്ഷെ പാടില്ല. ഞങ്ങളുടെ മേയർക്ക് താല്പര്യം IPS കാരി ആകണമെന്നായിരുന്നു. പിന്നെ വരട്ടെ പാർപ്പിക്കാൻ. പിന്നീട് ഒരു ഘട്ടത്തിൽ മേയർ മനസ്സിലാക്കുകയാണ്. മാറ്റി പറഞ്ഞു പിന്നീട് ഒരു ഘട്ടത്തിൽ മേയർ മനസ്സിലാക്കുന്നു നമ്മൾ കൊണ്ട് പറ്റിയ പണിയല്ലാന്ന്. അതല്ലേ അല്ല, ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സംവദിക്കണമെങ്കിൽ ഒരു മേയർ ആയിരിക്കണം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, രാഷ്ട്രീയത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. അതാണ് ഈ കാലയളവിൽ മേയർ ചെയ്തുകൊണ്ടിരുന്നത്. എത്രയാ കാലയളവ്? കഴിഞ്ഞ 4 വർഷം അല്ലേ? കഴിഞ്ഞ 4 വർഷത്തിൽ എന്തൊക്കെയാണ് പറ്റിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? കിളികൾക്ക് വെള്ളം കൊടുക്കാൻ കർമ്മ പദ്ധതി ഉണ്ട്. മഴക്കുഴി നിർമ്മാണം. അതെ അതെ അതെ. കഴിഞ്ഞ ദിവസം, ഇനിയിപ്പോ മഴക്കാലമാണല്ലോ, അതെ, അതിനോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. സൈഡിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും വെട്ടി നമ്മൾ മാറ്റിയിരിക്കും. എന്നിട്ട് കിളികൾക്ക് നമ്മൾ തറയിൽ വെള്ളം കൊടുക്കും. എടോ മനുഷ്യരെ പോലെ തന്നെ അതിനും ജീവനുണ്ട്. അതാ, അപ്പൊ ഈ കിളികൾ വെള്ളം കുടിച്ച് മാത്രം കിടന്നാൽ മതിയോ? അപ്പൊ ഉറങ്ങാൻ നേരത്ത് മേയറുടെ വീട്ടിൽ പോയി ഉറങ്ങോ? ഇവർ അന്തി ഉറങ്ങോ? അതിന് കൂട് വേണമല്ലോ, കൂട് വെക്കാൻ മരം വേണമല്ലോ. ഈ മറ്റേ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് മരം വെട്ടി തള്ളിയിട്ട് എന്താ ഇവിടെ കാണിച്ചു നടക്കുന്നേ? ഓക്കെ, അത് പോട്ടെ. തോടിൽ CCTV ഘടിപ്പിച്ചു. എന്നിട്ട് പൊക്കിയോ? അല്ലെ, മാലിന്യം കൊണ്ട് CCTV വെച്ചെന്നറിഞ്ഞത് പിന്നെ അടിച്ചു മാറ്റി. മെമ്മറി കാർഡ് അവിടെ അടിച്ചു മാറ്റി. വന്നില്ലടോ. അയ്യോ, അതെങ്ങനെ വരും? ഈ CCTV വെച്ച പുള്ളികളാണല്ലോ അവിടെ മാലിന്യം നിക്ഷേപിക്കാനായിട്ട് വരുന്നത്. അതറിയില്ലേ? അത് മനസ്സിലായില്ലേ? അങ്ങനെ പലവിധമായ കർമ്മ പദ്ധതികൾ ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും പൊങ്കാലാതി ഗംഭീരമായി നടത്തുന്നത്. അറ്റുകാല അമ്മയുടെ കടാക്ഷം കൊണ്ട് മോള് 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷ വരും പോകും. മാത്സിന് 0, മലയാളത്തിന് 100ൽ 7 മാർക്ക്. മഴയത്ത് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ പരിസരത്ത് പോയി നിന്ന പിള്ളേർക്ക് വരെ കിട്ടിയിട്ടുണ്ടോ മലയാളത്തിൽ ഫസ്റ്റ് ക്ലാസ്? എന്നിട്ട് ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ. എടോ, രാഷ്ട്രീയവുമായി മുൻപോട്ട് പോകുമ്പോൾ ക്ലാസ്സിൽ കയറാൻ സമയം കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് മാത്രമല്ലല്ലോ മുന്നോട്ട് പോകുന്നത്, പിന്നെ കുടുംബപരമായിട്ട് ഒന്ന് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. കോളേജിൽ പഠിക്കുമ്പോ കോളേജിൽ പഠിക്കുമ്പോ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി. അതെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഒരു മേയർ പദവി കൊടുത്ത് മാത്രം ഒതുക്കേണ്ട ആളല്ല ആര്യ രാജേന്ദ്രൻ. അതെ,
ഈ നാട്ടിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. ഇവർ പറയാൻ നിങ്ങൾക്ക് തർക്കിക്കാനുണ്ടോ? മുഖ്യമന്ത്രി പിണറായിയുടെ ഒരു ലേഡി വേർഷനാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ താങ്കളോട് എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? ഇല്ല, പറ്റത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മുടെ പാർട്ടിയിലെ ഓരോ വ്യക്തികളും അവരുടേതായ വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആർക്കും പകരമല്ല. മനസ്സിലായില്ലേ? ലേഡി പിണറായി എന്നുള്ളത് അത് തെറ്റായ പരാമർശം. അതായത് വ്യക്തിപൂജ നടത്തണമെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന കഴിവ്. അയ്യോ, പിന്നെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഫേവറിസം ആയിരിക്കും. അങ്ങനെയല്ല. ഞങ്ങളുടെ നേതാക്കന്മാർ കാര്യശേഷിയുള്ളവരായതുകൊണ്ട് അവർക്ക് ഫാൻസ് ഉണ്ടാകുന്നത് സർവ്വസാധാരണ. നിങ്ങൾ ഈ പറയുന്ന പോലെ സിനിമാക്കാർക്ക് മാത്രം ഫാൻസ് ഉണ്ടായാൽ മതി. അതാ ഞാനും ചോദിച്ചത്. കണ്ണൂരിലുള്ള ഒരു ശരിയാ, ആ ഫാൻസിന് അങ്ങോട്ട് മാറി നിൽക്കും. ശരിയായോ, ഇനി ആ ഫാൻസിനെ തന്നെ തല്ലേ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല സുഹൃത്തെ, ഈ ഫാൻസുകാരെ കുറിച്ച് നമുക്ക് എതിർപ്പുള്ളത് നിങ്ങൾ മേയറെ കാണുമ്പോ ഒരുമാതിരി തേപ്പ് വെട്ടി അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ നടത്താറുണ്ട്. ഞങ്ങളിവിടെ നടത്തിയില്ല, അതിപ്പോ നടത്തിയ താങ്കൾ തന്നെയാണ്. അല്ല, മേയർ അതല്ല, മേയറിനെ കുറിച്ച് തന്നെയാണ് മേയർ ബോധിപ്പിക്കുകയാണ്. അതെ, പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് മേയർ ഒരു തേപ്പൊട്ടി. ഒരു സ്ത്രീയെ പറ്റി അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നത് തെറ്റാണ്. അത് നമ്മൾ നടത്താൻ പാടില്ല. ഏത് സ്ത്രീ ആണെങ്കിലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ആലപ്പുഴയിലെ ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാളിനെ കാണാനായിട്ട്. അറിയുള്ളോ? ഒരു ആലപ്പുഴയിലെ ഏതോ ഒരു വ്യക്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ. നിങ്ങളുടെ തന്നെ പാർട്ടി മെമ്പർ തന്നെയാ വരുന്നത് ഇങ്ങോട്ടേക്ക്. അശ്ലീല വീഡിയോ ആണ്. അശരീകരം. ഇങ്ങോട്ട് നോക്കടോ. താൻ പറഞ്ഞു വരുന്ന എന്താണ്? മേയർ ഇവിടുത്തെ കിഡിലോസ്കി മേയർ എന്നാണോ പറഞ്ഞു വരുന്നത്? ഉറപ്പായും. ഒരു രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ? ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മേയറാണ് ആര്യ. എന്നാണ് ആര് പറഞ്ഞു? കുഞ്ഞളി. രണ്ടാമത്തത് അതല്ല, മേയർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ പറഞ്ഞത്. മേയർ ചെയ്തത് എന്തൊക്കെയാണ് ഇവിടെ നാട്ടുകാർ മൊത്തം കണ്ടത്? അതിനെ കുറിച്ച് കൂടുതൽ താനൊന്നും വിശദീകരിക്കണ്ട. തന്റെ കിളിയോടെ വെച്ചേക്കോട്ടോ. തന്റെ കിളി, മേയറിന്റെ കിളി പോയത് ഇതുവരെ ഇവിടെ പറഞ്ഞെത്തിയിട്ടില്ല. അത് വേറെ കാര്യം. ഏതോ അടിച്ചു വിട്ടിട്ടുണ്ട് ആ കിളിയെ. ഓക്കെ, പിന്നെ പറ. വെള്ളം കൊടുത്തായിരുന്നു. വെള്ളം കൊടുത്തായിരുന്നു. എന്നിട്ട് പൊങ്കാലാതി ഗംഭീരമായി. പൊങ്കാലയെ കുറിച്ച് പറയല്ലേ, ജനയാളും കേറി അടിക്കും വെറുതെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സ്ത്രീകൾക്ക് നേരെ എന്ത് അധിക്ഷേപം ഉണ്ടായാലും ഉടൻ തന്നെ പ്രതികരിക്കുന്ന ആളാണ്. അതെ, സ്വയം. ഇനി അധിക്ഷേപം ഉണ്ടായില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി അധിക്ഷേപം ഏറ്റുവാങ്ങുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കരുത്തുറ്റ ഒരു വനിതയാണ് അവർ. എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ നേട്ടമുണ്ടോ ഇങ്ങനെ മിഴുവിട്ട്? അങ്ങ് മിഴുവാണ് ഇരുന്ന്, അങ്ങ് മിഴുവാ. രണ്ട് ചാണകം എടുത്ത് തരട്ടെ? അങ്ങനെ ഇരുന്ന മിഴുവ് ചവിട്ടില്ല. നിങ്ങൾ തേക്കിയോ? അങ്ങ് ഇരുന്ന് ചവിട്ടില്ലെങ്കിൽ തേക്ക്. എന്താ കാണിക്കുന്നത്? ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുള്ള സ്ത്രീ രത്നം വേണ്ട. അത് പറയാൻ ഞാൻ അനുവദിക്കില്ല. ഈ വാ കൊണ്ട് ഞാൻ അനുവദിക്കില്ല. ആ രത്നം അവിടെ തന്നെ ഇരുന്നോട്ടെ. ശരി സുഹൃത്തുക്കളെ, ഇന്നത്തോടു കൂടി ആ മേയറമ്മയെ കുറിച്ചുള്ള വർത്തമാനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇയാളെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിനെക്കാട്ടി വലിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടിയിരിക്കും. ശരി.